പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ സ്വന്തമാണെന്ന് കരുതി നമ്മൾ വിശ്വസിച്ച് നമ്മുടെ സ്വന്തം നമ്മുടെ കൂടെ ഉണ്ടാകും, ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും എന്നൊക്കെ വിശ്വസിച്ചിട്ടുള്ള പല ആളുകളും ജീവിതത്തിൽ വഴിയിലിട്ടേച്ച് പോകുമ്പോഴൊരു മനസ്സിൻ്റെ വേദന, അത് ഒരു പക്ഷെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വല്ലാത്തൊരു വേദനയാണല്ലേ. നിങ്ങളുടെ മനസ്സിലിപ്പോൾ എന്താണെന്ന് എനിക്കറിയാം. ഇപ്പോഴും ആ ഓർമ്മകൾ മാത്രം രാത്രി ഉറക്കം കിട്ടാതെ തിരിഞ്ഞും മറിഞ്ഞു കിടക്കുകയാണ്. എവിടെ നോക്കിയാലും എന്ത് കേട്ടാലും അവരുടെ മുഖം, അവരുടെ ചിരി, ഒരുപാട് ഓവർ തിങ്കിങ്. എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത്? എന്നെ ചതിക്കുകയായിരുന്നു, അവർക്ക് എന്നെ പെട്ടെന്ന് മറക്കാൻ കഴിഞ്ഞല്ലോ. ഈ ചോദ്യങ്ങൾ ഒരു തീവ്ര വേദനയായി ഒരു പക്ഷേ പലപ്പോഴും നമ്മുടെ നെഞ്ചിലുണ്ടാവാറുണ്ടല്ലേ. ആ ലോൺലിനെസ് അത് നിങ്ങളെ വല്ലാതെ തളർത്തുന്നുണ്ടാകും. ജീവിതം സ്റ്റക്കായി പോയതുപോലെ തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒരാളെ അത്രയ്ക്ക് ട്രൂ ആയിട്ട് സ്നേഹിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഇത്രയും വേദനിക്കുന്നത്. ആ ഫീലിംഗ് ഒട്ടും തെറ്റല്ല. പക്ഷേ ഈ വേദനയിൽ മുങ്ങിത്താഴാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മൾ തിരിച്ചു വരിക തന്നെ വേണം. ഈ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ചെയ്യേണ്ടത് 4 കാര്യങ്ങളാണ്. അത് കേവലം വാക്കുകളല്ല, നിങ്ങളുടെ പുതിയ ലൈഫ് തുടങ്ങാനുള്ള സ്റ്റെപ്പുകളാണ് ശരിക്കത്. ആദ്യമായിട്ട് നമ്മളെന്ത് ചെയ്യുക? ട്രിഗറിൽ നിന്ന് ദൂരെ മാറുക. മറക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ട്രിഗറുകളിൽ നിന്ന് അകലം പാലിക്കുക എന്നതാണ്. അവരുടെ ഫോട്ടോസ്, മെസ്സേജുകൾ, ഒരുമിച്ച് പോയ സ്ഥലങ്ങൾ, ഗിഫ്റ്റ് തന്നിട്ടുള്ള സാധനങ്ങൾ, ഇതൊക്കെ എല്ലാം നിങ്ങളുടെ മൈൻഡിൽ നിന്ന് ഒരു ട്രിഗറാണ്. അതെല്ലാം വേദന വീണ്ടും വീണ്ടും കൂട്ടും. ഇതെല്ലാം കണ്ണിൻ്റെ മുന്നിൽ നിന്ന് മറച്ചു വെക്കുക. ഒരു പുതിയ സ്പേസ് ഉണ്ടാക്കുക. നമ്മൾ കുറച്ച് ദിവസം സോഷ്യൽ മീഡിയകളിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നമ്മൾ സ്വയം നമ്മെ ശ്രദ്ധിക്കുക. ഇത്രയും കാലം നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. ഇനി നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ ഹെൽത്തിൽ, നിങ്ങളുടെ ഹോബികൾ, അതുപോലെ തന്നെ സൂപ്പർ ഫോക്കസ് ചെയ്യുക. അതിൽ എപ്പോഴും തിരക്കിലായിരിക്കുക. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ കണ്ടെത്തി അതിൽ ഒരു ചാമ്പ്യനെ പോലെ മുന്നോട്ട് പോവുക. സെൽഫ് ലവ്, അതിലൂടെ മാത്രമേ ഈ വേദനയെ മറികടക്കാൻ നമുക്ക് കഴിയൂ. നിങ്ങളാണ് നിങ്ങളുടെ പ്രയോറിറ്റി എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. പുതിയ ശീലങ്ങൾ ഉണ്ടാക്കുക. പഴയ ആളെ ഓർക്കുന്ന സമയം എപ്പോഴാണോ ആ സമയങ്ങളിൽ ഒരു പുതിയ ശീലം ഉണ്ടാക്കുക. നമ്മൾ ഉദാഹരണത്തിന് രാത്രിയിൽ ഉറക്കം വരാത്ത സമയം ഒരു പുസ്തകം വായിക്കുക, അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് കേൾക്കുക, ജിമ്മിൽ പോവുക. ഈ പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ 4ാമത്തെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സമയം കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ന് തന്നെ എല്ലാം ഫോർഗറ്റ് ചെയ്യാൻ പറ്റില്ല. ഹീലിംഗ് എന്നത് ഒരു പ്രോസസ്സാണ്. ചിലപ്പോൾ നിങ്ങൾ വീണ്ടും സാഡാകും, അതുപോലെ തന്നെ ക്രൈ ചെയ്യും. ഇത് നേച്ചുറലാണ്. പക്ഷേ നിങ്ങൾ മുന്നോട്ട് നടക്കണം പതിയെ പതിയെ. ഈ ഓർമ്മകളുടെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. ജസ്റ്റ് അലൗ ദ ടൈം ടു ഹീൽ. നമ്മൾ സമയം കൊടുക്കുക എന്നുള്ളതാണ് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിന് സ്വയം. അതുപോലെ തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ അവസാനം ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിർത്താം. നിങ്ങൾ ഇത്രയും നാൾ നഷ്ടപ്പെട്ട ഒരാളെ ഓർത്ത് ജീവിച്ചു. ഇനി വേണ്ട. നിങ്ങൾക്കുള്ള സ്നേഹം, നിങ്ങൾക്കുള്ള സന്തോഷം, അത് നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് തന്നെ നൽകുക. ഈ ബ്രേക്കപ്പ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമൊന്നുമല്ല. ഇതൊരു പോസ് മാത്രമാണ്. ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടുള്ള. നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ആളെ കുറിച്ചോർത്ത് വിഷമിക്കുന്നതിന് പകരം നിങ്ങളെ തന്നെ സ്നേഹിക്കുന്ന, നിങ്ങളോടൊപ്പം എന്നും നിലനിൽക്കുന്ന നല്ല കൂട്ടുകാരെ ഓർക്കുക. മാറ്റങ്ങൾ സംഭവിക്കും, വേദന മാറും. കാരണം നിങ്ങളുടെ സ്ട്രെങ്ത് അത്രയേറെ വലുതാണ്. നാളെ നിങ്ങൾ ചിരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഇന്നത്തെ ഈ വേദന വെറും ഒരു പാഠം മാത്രമായി മാറും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അനുഭവം കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഒരുപാട് സ്നേഹത്തോടെ. ലവ് യു ആൾ. തൽക്കാലം ഇവിടെ നിർത്തുന്നു.